ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു. ഇപ്പോൾ രാവിലെ 7 മണിയാണ് കേട്ടോ സമയം. അപ്പോൾ ഞങ്ങൾ ഈ ബാണക്കെട്ടൊക്കെ തൂക്കിയിട്ട് എങ്ങോട്ടാണെന്നല്ലേ, ഞങ്ങളൊന്ന് ബീച്ച് വരെ പോവാണ് കേട്ടോ. കുറേ ആയി ബീച്ചിലോട്ട് പോയിട്ട്. ഞങ്ങളുടെ സ്ഥിരം ഡെസ്റ്റിനേഷനാണ് ബീച്ച് കേട്ടോ. പക്ഷേ ഇപ്പോൾ കുറേ ആയിട്ട് ഞങ്ങൾക്ക് പോകാൻ പറ്റാറില്ല. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഈദിൻ്റെ ഹോളിഡേ ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ പോകാമെന്ന് വിചാരിച്ചു. ഏർലി മോർണിംഗ് തന്നെ പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. എനിക്ക് മാത്രമേ ലീവ് ഉള്ളൂ കേട്ടോ. ഹസ്ബൻഡിന് ഡ്യൂട്ടി ആയിരുന്നു, നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു. നൈറ്റ് കഴിഞ്ഞ് 6:30 പുള്ളി എത്തിയുള്ളൂ. അതിനുശേഷം എന്നാൽ പോവാമെന്നും പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് റെഡി ആയതാണ്. പ്ലാൻഡ് ഒന്നും അല്ല. രാവിലെ വന്നു തീരുമാനിച്ചു, വേഗം ഫുഡ് പ്രിപ്പയർ ചെയ്തു, അങ്ങനെ ഞങ്ങൾ പോകുന്നു കേട്ടോ. ഇത് ബുദയ ബീച്ചാണ്, നമ്മൾ താമസിക്കുന്നതിൻ്റെ അടുത്ത് തന്നെയാണ്. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ വന്നപ്പോൾ വിചാരിച്ചു ഇവിടെ ആരും ഉണ്ടാവില്ല എന്ന്, നമ്മളായിരിക്കും ആദ്യമായിട്ട് വരുന്നതെന്ന്. പക്ഷേ നോക്കിയപ്പോൾ നിറയെ ആളുകളുണ്ട്. എല്ലാവരും ഫുഡ് കഴിക്കാനായിട്ട് പ്ലാൻ ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. കുറേ പേര് നമ്മൾ വന്ന സമയത്ത് അവർ വന്ന് അവരുടെ ബീച്ചിലുള്ള കളികളൊക്കെ കഴിഞ്ഞ് അവർ തിരിച്ചു പോകാനുള്ള സമയമായി. അപ്പോൾ അത്രയും നേരത്തെ അവരൊക്കെ എത്തിയിട്ടുണ്ടായിരിക്കും കേട്ടോ. ഇപ്പോൾ ചൂടായി തുടങ്ങി കേട്ടോ. ഇവിടെ തണുപ്പൊക്കെ മാറി ചൂടിലോട്ട് കൺവേർട്ട് ആവുകയാണ് കാലാവസ്ഥ. അപ്പം ഇന്ന് നല്ല വെയിലുണ്ട്, പക്ഷെ എന്നാൽ പോലും ഒരു കാറ്റുള്ളത് കൊണ്ട് തന്നെ അത്രയ്ക്കും ചൂടും കാര്യങ്ങളും ഇല്ല കേട്ടോ. വന്നു, ഞങ്ങൾ സ്ഥിരം സ്പോട്ടിൽ ഞങ്ങൾ ഇരുന്നു. അതിനുശേഷം നേരെ ഫുഡ് കഴിക്കാനായിട്ടുള്ള പുറപ്പാടിലായിട്ടോ. കാരണം ഹസ്ബൻഡ് നൈറ്റ് കഴിഞ്ഞ് വന്നതാണ്, ഞങ്ങൾക്ക് നന്നായി വിശക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ വേറെ വിചാരിച്ചു ഫുഡ് കഴിച്ചിട്ട് പിന്നെ വെള്ളത്തിലോട്ട് ഇറങ്ങാമെന്ന്. അങ്ങനെ സോസേജ് ഫ്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു, അതുപോലെ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടായിരുന്നു, സാൻഡ്വിച്ച് ഉണ്ടായിരുന്നു. ഇതൊക്കെ കഴിച്ചു. അതിനുശേഷം പിന്നെ വെള്ളത്തിലോട്ട് ഇറങ്ങി. വെള്ളത്തിലിറക്കി ഇറങ്ങിയപ്പോഴാണ് ഇതാ കിടക്കുന്നു ജെല്ലി ഫിഷിനെ കണ്ടപ്പോൾ പിന്നെ അതിൻ്റെ പുറകെ ആയിട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ. നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഞാൻ ന്യൂസിൽ വായിച്ചിട്ടുണ്ടായിരുന്നു അതിന് വിഷമുണ്ട്, അതിന് കെയർഫുൾ ആവണം എന്നൊക്കെ. പക്ഷെ ഇവിടെ ഒന്നല്ല കേട്ടോ, നിറച്ചുണ്ട് കേട്ടോ. ഈ ഇതിൻ്റെ ബീച്ചിൻ്റെ ഉള്ളിൽ നിറയെ തന്നെ ഉണ്ട്. അത് തന്നെ ആൾക്കാർ പിടിച്ചോണ്ട് നമ്മുടെ കരയിലോട്ട് ഇട്ടിട്ട്, അതപ്പോൾ കരയിലോട്ട് വരുമ്പോൾ അത് ചത്തുപോകുമല്ലോ. അതിനുശേഷം അറബിക്കുട്ടികൾ അതിനെടുത്ത് ഒരു കുഴി കുഴിച്ചിട്ട് അതിലോട്ട് കൊണ്ടിടുക. ഇതിൽ ഞാൻ വീഡിയോയിൽ എടുത്തിട്ടുണ്ട്. അതിലോട്ട് കൊണ്ടിടുക. ഒരു 5-10 എണ്ണം കേട്ടോ. കാണാൻ നല്ല രസമുണ്ട്. ഞാൻ ഒരെണ്ണത്തിൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ട്, കണ്ടോ. ഇതിനെ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. നല്ല പളുങ്ക് പോലെ ഇരിക്കുന്നു, കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇതാ കണ്ടോ, കെട്ടിയവനും മക്കളും പോയിട്ട് ഒരെണ്ണത്തിന് എടുത്തുകൊണ്ട് വരുന്നുണ്ട്. അവർക്കൊരാഗ്രഹം അതിനെടുത്തിട്ട് കരയിലോട്ട് ഇടണമെന്ന്. അങ്ങനെ മോൾക്ക് ഇത് കണ്ടിട്ട് അതിന് തൊടണം എന്ന് ഭയങ്കര ആഗ്രഹമാണ് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു തൊടല്ലേ, കാരണം വിഷാന്നൊക്കെ പറയുന്നുണ്ട്, വെറുതെ നമ്മളെന്തിനാ പണി വാങ്ങിച്ചു വെക്കുന്നത്. എന്നാൽ അതിനെ കൊണ്ട് കരയിലോട്ട് ഇട്ടൊന്ന് കാണാമെന്നുള്ളൊരു ആഗ്രഹത്തിൽ ഇതാ ഇതിനെ എടുത്തുകൊണ്ട് വരികയാണ് കേട്ടോ. ഇതുപോലെ കുറേ ജെല്ലി ഫിഷിനെ എടുത്തിട്ട് കരയിലോട്ട് ഇട്ടിട്ടേ എല്ലാം ഇങ്ങനെ കരയിൽ ഇങ്ങനെ ചത്ത് കിടക്കുകയാണ് കേട്ടോ. 2-3 അറബി പയ്യന്മാർ ഓരോന്നിനെ ആ ചത്തതിനെ എടുത്ത് ഇങ്ങനെ കുഴിയിലോട്ട് കൊണ്ടുവന്ന് ഇടുകയാണ്. കാരണം അവർ ചിന്തിക്കുന്നത് മക്കൾ കുറേ കുഞ്ഞു കുട്ടികൾ വന്ന് കളിക്കുന്ന സ്ഥലമാണിത്. അപ്പം മക്കൾക്ക് അത് ഒരു ബുദ്ധിമുട്ടാവണ്ട, അവർക്ക് പ്രശ്നം ഉണ്ടാവരുത് എന്ന് വിചാരിച്ച് നല്ല മനസ്സിൽ ചെയ്യുന്നതാണ്. ഇങ്ങനെ ആളുകൾ ഉണ്ടല്ലോ എന്ന് ഞാൻ ചിന്തിച്ചു കേട്ടോ. അങ്ങനെ ഇത് കഴിഞ്ഞു, ഞങ്ങൾ നേരെ തിരിച്ചു പോവാണ്. ബൈ.